സ്മൃതി തരംഗം. ആകാശവാണിയുടെ ശബ്ദശേഖരത്തെ ആസ്പദമാക്കിയുള്ള പരിപാടി. NP മുഹമ്മദ്. നോവലിസ്റ്റ്, കഥാകൃത്ത്, പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു NP മുഹമ്മദ്. 1928 ജൂലൈ 1 കോഴിക്കോട് ഇടിയങ്ങരയിൽ സ്വാതന്ത്ര്യസമര സേനാനി NP അബുവിന്റെ മകനായി ജനിച്ചു. പരപ്പനങ്ങാടിയിലും കോഴിക്കോടുമായിരുന്നു വിദ്യാഭ്യാസം. കോഴിക്കോട് ഭവന നിർമ്മാണ സഹകരണ സംഘം സെക്രട്ടറിയായി ജോലി ചെയ്തു. കേരള കൗമുദി ദിനപത്രത്തിന്റെ കോഴിക്കോട് പതിപ്പിന്റെ റെസിഡന്റ് എഡിറ്ററായും കുറച്ചുനാൾ പ്രവർത്തിച്ചു. സ്വന്തം ദേശത്തിന്റെയും സമൂഹത്തിന്റെയും പ്രത്യേകതകൾക്ക് അക്ഷരരൂപം നൽകിയാണ് NP മുഹമ്മദ് സാഹിത്യരംഗത്തേക്ക് കടന്നുവന്നത്. ആദ്യത്തെ സാഹിത്യരചന തൊപ്പിയും തട്ടവും എന്ന വിമർശന കൃതിയായിരുന്നു. ഇതിന് അന്നത്തെ മദിരാശി സർക്കാരിന്റെ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. ജീവിതത്തിന്റെ ഒരു ഭാഗം ചിലവഴിച്ച പരപ്പനങ്ങാടി എന്ന പ്രദേശത്തിന്റെ സ്മരണകൾ വിതറി NP എഴുതിയ ദൈവത്തിന്റെ കണ്ണ് എന്ന നോവലാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ രചന. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗം, കേരള സംഗീത നാടക അക്കാദമി അംഗം, ഫിലിം സെൻസർ ബോർഡ് അംഗം എന്നീ നിലകളിൽ NP മുഹമ്മദ് പ്രവർത്തിച്ചിട്ടുണ്ട്. 2003 ജനുവരി 2 NP മുഹമ്മദ് ഈ ലോകത്തോട് വിട പറഞ്ഞു. NP മുഹമ്മദുമായി ഡോക്ടർ MR രാഘവ വാര്യർ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. കോഴിക്കോട് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്ന്. ദൈവത്തിന്റെ കണ്ണ് എന്ന കഥ അത് പണ്ട് മാതൃഭൂമിയിൽ തുടർച്ചയായിട്ട് പബ്ലിഷ് ചെയ്തിരുന്ന കാലത്ത് ഞാൻ വായിച്ചിരുന്നു. ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയപ്പോൾ ഇത് തിരക്കേടില്ലല്ലോ എന്ന് വിചാരിച്ച് രണ്ടാമത് ഒന്നും കൂടെ വായിച്ചു. ആദ്യം വായിച്ചിരുന്ന സമയത്ത് കിട്ടിയതിനേക്കാൾ എന്തെല്ലാമോ അനുഭൂതികൾ ഈ പുതിയ വായനയിൽ എനിക്ക് കിട്ടി എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ വായിക്കും തോറും പുതിയ പുതിയ അർത്ഥങ്ങൾ, ഒരുപക്ഷെ അത് ഞാൻ എൻ്റെ വായനയുടെയോ എൻ്റെ അനുഭവത്തിൻ്റെയോ വ്യത്യാസങ്ങളെ കൊണ്ട് വന്നതായിരിക്കാം, വായിച്ച സമയത്തിൻ്റെ മനോഭാവം കൊണ്ട് വന്നതായിരിക്കാം. ഏതായാലും ഈ കഥ ഈ മട്ടിൽ കൺസീവ് ചെയ്തത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഈ ഇത്തരത്തിലുള്ള ഒരു പ്രമേയം, അതിന് ഇത്തരത്തിലുള്ള ഒരു പ്രതിപാദന ശൈലി തെരഞ്ഞെടുത്തത് എങ്ങനെയാണത്? ഞാൻ പലപ്പോഴും പല പുസ്തകങ്ങളും വായിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മളെ പല കെട്ടുപാടുകളിൽ നിന്നിട്ട് ഒരു പുസ്തകം വായിച്ച് തീർക്കുക എന്നുള്ള ഇതിലായിരിക്കും വായിക്കുക. അപ്പൊ ഈ വായിച്ച് തീർക്കൽ എന്നുള്ള നമ്മുടെ ഒരു ഐഡിയ ഉണ്ടല്ലോ, ആ ഐഡിയയിൽ പലതും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. പിന്നീട് നമ്മൾ പുസ്തകം എടുത്ത് വായിക്കുമ്പം ഈ ഒരു പൊതുധാരണ നമ്മളിലുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് ചിലപ്പോൾ ഇറങ്ങിച്ചെല്ലുന്നതാണ് എൻ്റെ അനുഭവം. അങ്ങനെ ഈ സൂക്ഷ്മ തലങ്ങളിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ മുമ്പ് ചിലപ്പം വായിച്ചതിനേക്കാളും വ്യത്യസ്തമായ ഒരു അനുഭൂതി തന്നെ ഉണ്ടായിക്കൂടായില്ല. പിന്നെ ഇത് ഒരു പുസ്തകത്തിൽ തന്നെ പലരും പല രീതിയിലാണ് വായിക്കുന്നത്. ഇപ്പം രാഘവാര്യർ വായിച്ച രീതിയിലായിരിക്കില്ല വേറൊരാൾ ആ പുസ്തകം കിട്ടണത്. ഞാനും അതുപോലെ ആയിരിക്കും, ഞാൻ കിട്ടിയ രീതി ആയിരിക്കില്ല വേറൊരാൾക്ക് ഒരു രീതി കിട്ടുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കെട്ടുപിണച്ചൽ ഈ പുസ്തകത്തിന് ഉള്ളത് കൊണ്ടാണ്, ഇപ്പം എൻ്റെ പുസ്തകം കൊണ്ട് പറയല്ല, നല്ല പുസ്തകത്തിന് ഉള്ളത് കൊണ്ടാണ് അത് പിന്നീട് വായിക്കാൻ ഒരു ത്വരയുണ്ടാക്കുന്നത് എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. തൊപ്പിയും തട്ടവും, നല്ലവരുടെ ലോകം തുടങ്ങിയ കഥകൾ തുടങ്ങി ദൈവത്തിന്റെ കണ്ണ് വരെ ഉള്ള വിപുലമായ ഒരു കഥാലോകത്തിന്റെ ഉടമയാണല്ലോ NP. പിന്നെയും പിന്നെയും കഥ പറയുന്നതിന്റെ പിന്നിലുള്ള പ്രേരക ശക്തി എന്താണ്? ഈ പ്രേരക ശക്തി വാസ്തവത്തിൽ ഒരു എഴുത്തുകാരനും വളരെ വിശദമാക്കാൻ സാധിക്കില്ല. വളരെ പിന്തിരിപ്പൻ പദമാണെങ്കിലും ആത്മീയമാണ് എന്ന് പറയാം. ദൈവത്തിന്റെ കണ്ണ് എന്ന ഈ കഥയ്ക്ക്, ഞാനതിന് നോവൽ എന്നൊന്നും കള്ളി തിരിച്ചിരുന്നില്ല, ഈ കഥയ്ക്ക് ഒന്നിലധികം തലങ്ങളുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഒരു നാരകംപുര തറവാട്, ആ തറവാടിന്റെ കഥ എന്ന ഒരു തലം ഇതിനുണ്ട്. വളരെ പ്രൊഫൈനായിട്ടുള്ള, വളരെ യാഥാർത്ഥ്യനിഷ്ഠമായ ഒരു തലമുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഈ കഥയിലെ വർണ്ണനകളിൽ കൂടി കടന്നു പോകുമ്പോൾ അതിന് മറ്റൊരു തലം കൈവരുന്നുണ്ട്. ഭൂമിയുടെ മുഴുവൻ പ്രശ്നങ്ങളെ തൊട്ടുരുമിപ്പോകുന്ന ചില ആശയങ്ങളുടെ ഒരു തലം വികസിച്ചു വരുന്നുണ്ട്. മനുഷ്യന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയെ സ്പർശിക്കുന്ന ഒരു തലം വികസിച്ചു വരുന്നുണ്ട്. അങ്ങനെ പല തലങ്ങൾ
രചനാകാലത്ത് തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയതാണോ അതോ അത് യാദൃച്ഛികമായി വന്നു ചേരുന്നതാണോ? ഒന്ന്, ഞാൻ എപ്പോഴും എഴുതുന്ന ആളല്ല, വളരെ കുറച്ചേ എഴുതാറുള്ളൂ. കുറച്ച് എഴുതുന്നത് കാരണം പലപ്പോഴും കൂടുതൽ ആലോചിക്കാറുണ്ട്. ആലോചിക്കുന്നത് നല്ലതോ ചീത്ത എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇതിൽ ഞാൻ ആലോചിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യ ഘട്ടത്തിൽ എന്ന് പറയാം, ഒരു കഥ വേണം എന്നുള്ളത് ഉണ്ടായിരുന്നു. അത് കെട്ടുറപ്പുള്ളതോ കെട്ടുറപ്പില്ലാത്തതോ എന്നുള്ളത് വേറെ കാര്യം. അങ്ങനെ കെട്ടുറപ്പുള്ള രീതിയിൽ വായനക്കാരുടെ താല്പര്യം ഉണർത്തത്തക്ക വിധത്തിലുള്ള ഒരു വളരെ ബാഹ്യമായ തലത്തിലുള്ള ഒരു കഥാതന്തു വേണം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. കഥാ തന്തു എന്നുള്ളതിനെ നിഷേധിക്കുന്ന ആളല്ല ഞാൻ. അതിന് കിട്ടിയിട്ടുള്ള ഒരു തലം എൻ്റെ കുടുംബ പശ്ചാത്തലമാണ്. സ്നേഹമുള്ള ഒരു കുടുംബത്തിന്റെ പ്രതീകം എന്നതാണ് അതിൻ്റെ സമഗ്രമായ വൃത്തത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം. അതിൻ്റെ ഇടയിൽ വഴക്കും വക്കാണവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ സഹകരണാത്മകവും സ്നേഹാധിഷ്ഠിതവുമായ ഒരു കുടുംബ സങ്കല്പം. അത് മാത്രവുമല്ല, നമ്മുടെ കേരളീയ ജീവിതത്തിൽ നമ്മുടെ ജോയിന്റ് ഫാമിലി സിസ്റ്റം ഒന്നും പൊളിഞ്ഞിട്ടൊന്നുമില്ല. നമ്മുടെ മാനസിക തലത്തിൽ അതുണ്ട്. നമ്മൾ മക്കൾക്ക് നമ്മളോടും ഒക്കെ ഉള്ള ബന്ധം യൂറോപ്യൻ നാടുകളിലുള്ള മാതിരിയൊന്നുമല്ല. അപ്പം ആ രീതിയിലാവുമ്പോൾ നമ്മുടെ ആ അടിസ്ഥാനപരമായ കുടുംബ സ്നേഹം എന്നുള്ള ആശയം ഉണ്ടല്ലോ, അതിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഈ കഥാതന്തു വികസിപ്പിച്ചെടുത്തത്. അങ്ങനെയാണ് ഇതിലെല്ലാ കഥാപാത്രങ്ങളും വരുന്നത്. രണ്ടാമത്തെ ഈ തലത്തിലേക്ക് നിങ്ങൾ പറഞ്ഞ തലം ഞാൻ തന്നെ അതിന് തയ്യാറായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണല്ലോ ഞാൻ ഈ പുസ്തകത്തിന്റെ സമർപ്പണത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇത് ഞാൻ പരിസ്ഥിതി പ്രവർത്തകന്മാർക്കാണ് സമർപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, എന്റെ ഒരു നോവലും ഞാൻ വേറൊരാൾക്കും സമർപ്പിച്ചിട്ടില്ല താനും. സമർപ്പണത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ തേഞ്ഞു മാഞ്ഞ ഒരു പദം ഉപയോഗിക്കുകയാണെങ്കിൽ പ്രസക്തിയുണ്ട്. സമർപ്പണം കഴിഞ്ഞ് NP ഒരു പതികം എഴുതി ചേർത്തിട്ടുണ്ടല്ലോ. പതികം എന്ന് ഞങ്ങളുടെ ഒരു ചരിത്രപരമായ ഒരു പദമാണ്. ഒരു പതികം എഴുതി ചേർത്തിട്ടുണ്ടല്ലോ. അതിൽ എന്താണെന്ന് ശകലം വിശദീകരിക്കും. അതില് വളരെ ഊന്നി ഞാൻ കാണുന്ന ഒരു കാര്യം, ഞാനൊരു മെഴുക്, 3 കാലവും എന്നിൽ, ഞാൻ കാലത്തിന്റെ ദാസൻ, കാലം എന്റെ ദാസൻ. കാലം എന്ന ഈ സങ്കല്പം NPയുടെ ഈ കഥയുടെ രചനയുടെ പിന്നിൽ ഒരു വലിയ ശക്തിയായി, ഒരു വലിയ വളരെ തിളക്കമുള്ള ഒരു സങ്കല്പമായി രൂപപ്പെട്ടു വന്നത് ഞാൻ കാണുന്നുണ്ട്. കാലം, പല തരത്തിലുള്ള കാലം ഞാൻ ഇതിൽ കാണുന്നുണ്ട്. ഇത് ഈ കഥയിൽ മാത്രമല്ല വന്നിട്ടുള്ളത്. ഞാൻ എഴുതിയിട്ടുള്ള ഒരു കഥയുടെ പേര് തന്നെ കാലം എന്നാണ്. NP മുഹമ്മദുമായി ഡോക്ടർ MR രാഘവ വാര്യർ നടത്തിയ അഭിമുഖ സംഭാഷണത്തിൽ നിന്നെടുത്ത ചില ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്. കോഴിക്കോട് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്ന്. ഇന്നത്തെ സ്മൃതി തരംഗം സമാപിക്കുന്നു.